കണ്ണൂർ തന്നെ കണ്ണൂർ മാടായിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് 7 വയസ്സുകാരന് പരിക്കേറ്റിരിക്കുന്നു. കുളവയൽ റോഡിൽ പാർത്ഥിബിനാണ് പരിക്കേറ്റത്. CK വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. CK, എങ്ങനെയാണ് ഈ കുട്ടിയുടെ പരിക്ക്? സാരമുള്ള പരിക്കാണ് ഉണ്ടായിരിക്കുന്നത്. എപ്പോഴാണ് വീടിന്റെ മേൽക്കൂര തകർന്നു വീണത്? എന്താണ് ഉണ്ടായത്? പക്ഷേ പരിക്ക് സാരമുള്ളതല്ല. തലയിൽ ഒരു ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ. അത് അത്ര വലിയ ഗുരുതരമായ മുറിവോ ആഴത്തിലുള്ളതോ അല്ല. പക്ഷേ ഭാഗ്യം കൊണ്ടാണ് പാർത്ഥിബ് രക്ഷപ്പെട്ടത് എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നതും അതോടൊപ്പം തന്നെ അവിടെയുള്ള ആൾക്കാർ പറയുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെ 7:30 അടുപ്പിച്ചാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. വീടിൻ്റെ മേൽക്കൂര തകർന്ന് താഴത്തേക്ക് വീഴുന്നു. പിന്നീട് ഈ ശബ്ദം കേട്ടാണ് ആൾക്കാർ എത്തുന്നത്. കുട്ടിയുടെ ബഹളവുമെല്ലാം തന്നെ കേട്ട്. പക്ഷേ അകത്തേക്ക് കടക്കാനോ കുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനോ കഴിയാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ വാതിലടക്കം തുറക്കാൻ കഴിയാത്ത രീതിയിൽ മുകളിൽ നിന്നുള്ള കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും മറ്റും വീണ് തുറക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പിന്നീട് ഏണി വെച്ച് ഈ മുകൾ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അതും വിജയിച്ചില്ല. പിന്നീട് വാതിൽ മുറിച്ചു മാറ്റിയാണ് ഈ കുട്ടിയെ പുറത്തെടുക്കുകയും രക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് മേൽക്കൂരയുടെ ഓട്, കഴുക്കോൾ ഓട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും അതോടൊപ്പം തന്നെ അതിലടിച്ച സീലിംഗ് ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ തകർന്ന് താഴത്തേക്ക് വീണിട്ടുണ്ട്. പക്ഷേ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കൂടുതൽ പരിക്കേൽക്കാതെ പാർത്ഥിബ് രക്ഷപ്പെട്ടത്. ശരി, CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്. വീടിന്റെ മേൽക്കൂര തകർന്നു വീണാണ് 7 വയസ്സുകാരൻ പാർത്ഥിബിന് പരിക്കേറ്റത്. സാരമുള്ളതല്ല പരിക്കെന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസം. നിരവധി വീടുകളുടെ മേൽക്കൂര തകർന്നു വീഴുക, വീടുകൾ പൂർണ്ണമായും തകരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കുന്നു.